ജോ ഒരു ചേർന്നൊക്കെ ഉണ്ടായിരുന്ന അവളവിടെ അവിടെ കാണില്ല അതാ ചോദിച്ചത്. ഇപ്പൊ നോക്കിട്ട് വന്നാണ് ഞാൻ. നീ ഫോണും കൊടുത്തോണ്ടിരിക്കണ്ടായിരുന്നല്ലോടാ. കൊച്ചിന് പോണം ഞാൻ കൊടുക്കുന്നില്ല, അവളാണ് കളിച്ചോണ്ടിരിക്കണ ടോയ്സില്. വെറുതെ കിടന്നു അവിടെ ഉണ്ടിച്ചാ അവളവിടെ കളിച്ചോണ്ടിരിക്കണേന്ന്. ഡോറ് ക്ലോസ് ആണല്ലോ, ഡോറ് ക്ലോസ് ആണല്ലോ, ഡോറ് ക്ലോസ് ആണ്. കണ്ടോ അവൾ അങ്ങോട്ട് പുറത്തു. അവൾക്ക് അറിയില്ല, ഓപ്പൺ ചെയ്യാൻ അറിയാൻ പാടില്ല. പുറത്തുനിന്ന് ഒരാൾ വന്നുകൊണ്ടില്ല. എന്താ പറഞ്ഞിട്ടുണ്ട് ലോക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാ. അല്ല അവളെന്തേ ഇല്ലേ കളിക്കല്ലേട്ടാ. ഞാൻ കളിക്കണല്ലേ, കാര്യം ചോദിക്കണാണ്. ഞാൻ വന്ന് നോക്കിയതാ. സേറാ അവക്ക് ഡോറൊന്നും ഓപ്പൺ ചെയ്യാൻ അറിയില്ല. ഇവിടെ എനിക്ക് ടെൻഷൻ ആവണടാ. പുറത്തോട്ട് വല്ലതും പോയിട്ടുണ്ടോ? അവള് കാറിന്റെ എവിടെയെങ്കിലും എപ്പോഴും ഒളിച്ചിരിക്കാറുണ്ട്. ചേ സേറാ നോക്കി ഇല്ല ചേ. നീ വർക്ക് ഏരിയ നോക്കിയായിരുന്നോ? അവള് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കണേ. നടക്കാട് ഇല്ലടി. നീ എന്റെ പുറകെ എടുക്കാണ്ട് ജസ്റ്റ് ഒന്ന് പോയി പുറത്തു അന്വേഷിച്ചായ. ഞമ്മള് അപ്പുറത്തോടത്ത് പോയിട്ടുണ്ടാകോ? ഗേറ്റ് ലോക്കാണോ? ഗേറ്റ് ലോക്കാണ്, അതാ ഞാൻ പറഞ്ഞത്. വിളിക്കണ ആരെങ്കിലും വിളിച്ചു നോക്കണം. അവള് വീടിനുള്ളിൽ പോയി. അവള് എപ്പോഴും ഉള്ളതെന്ന് വെച്ചാൽ അവള് എവിടെയെങ്കിലും കട്ടിനെല്ലാം വിളിച്ചിരിപ്പുണ്ടാവും. അവള് സേറാ നീ എന്നെ പറ്റിക്കണല്ലേ? പറ്റിക്കണത് അല്ലെങ്കിൽ നിനക്ക് കൂളാണ് നീ, അതാണ് എനിക്ക് നിന്നെ വിശ്വാസം ഇല്ലാത്ത. കൂളായിട്ട് നീ അപ്രോച്ച് ചെയ്യണം. പറ കൊച്ചെന്തേ? കണ്ട യു ആർ വെരി കൂൾ. കൊച്ചിനെ കണ്ടാ നീ ചിരിക്ക. കൊച്ചിനെ കാണാൻ നീ ഒരിക്കലും ഇങ്ങനെ ബിഹേവ് ചെയ്യില്ലെന്ന് എനിക്കറിയാം. അവള് മിണ്ടാണ്ടിരിക്കണം, അതാ എനിക്ക് ഡൗട്ട്. അവിടെ അടുത്ത് കൊണ്ടാക്കിയിട്ടുണ്ടോ കൊച്ചിനെ? ചേമാരെ ഡാഷ് പ്രാങ്ക് കാണില്ല. സേരമ്മേ ഇതെനിക്ക് കാണാൻ ഞാൻ അവളവിടെ ഇരിക്കുന്നത് കേശം കേട്ടല്ലേ. യു ആ ചിരിക്കണേ, ഇപ്പോഴും നീ ചിരിച്ചോണ്ടിരിക്കണേന്ന്. അവള് അംഗൻവാടിയിൽ കൊണ്ടാക്കിയാ? ഹലോ, ഫോൺ എന്തിനാ എന്നെ പിടിച്ചോണ്ട് നടക്കണ? കുറച്ചു നേരമായിട്ട് കൊച്ചിനെ കാണാണ്ടായതുകൊണ്ട് ഈ ഫോൺ തന്നെ ഞാനിപ്പോ കൊച്ചി എവിടെ കാണിച്ചു തരാം. എനിക്ക് ഷുവറാണ്. അതായത് കൊച്ചുങ്ങളും അല്ല കയ്യിലൊക്കെ നടിക്കണ്ട, കളിച്ച പ്രാങ്കായിരുന്നു. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ചേരം ടെൻഷൻ ആവുക. അതായത് ഞാൻ ഇവിടെ കളിക്കാൻ, അതായത് ഇവിടെ ടോയ്സ് കളിച്ചോണ്ടിരിക്കണായിരുന്നു ആ ബിൽഡിംഗ് ബ്ലോക്കില്. അപ്പൊ കളിച്ചോണ്ടിരിക്കണ കൊച്ചിന കുറച്ചു കഴിഞ്ഞ് ഞാൻ വന്നപ്പോ ഇവിടെ ബിൽഡിംഗ് ബ്ലോക്ക് പോലും ഒന്നുമില്ല.
കൊച്ചുമില്ല, ഡോർ ഓപ്പൺ, അവൾക്ക് എന്തായാലും ഡോർ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ അറിയാം. ലോക്ക് ചെയ്യാറില്ല, സൈക്കിളിൽ ലോക്ക് ഓപ്പൺ ചെയ്യാൻ അറിയാം, പക്ഷെ സേറക്ക് അറിയത്തില്ല ലോക്ക് ഓപ്പൺ ചെയ്യാൻ. അത് ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവൾക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് അറിയില്ല ഡോർ. അപ്പൊ എനിക്ക് ഷുവർ ആണ് ഷുവർ ലോക്ക് ചെയ്യാൻ ഗൈസ്. കുറച്ച് നേരം ഒരു പൊടിക്കൊരു 1 സെക്കൻഡ് ഞാൻ ടെൻസ്ഡ് ആയിട്ടെ, ഇവിടെ കാണാണ്ടായപ്പോൾ ടെൻസ്ഡായി. ഇവിടെ ഒന്നും കാണാണ്ടായപ്പോൾ ചെറുതായിട്ട് ടെൻസ്ഡായി, കാരണം അവള് അങ്ങോട്ടൊന്നും പോവാത്തതാണ്. അപ്പൊ അവൾ ഇവിടെ പോയി ഇരുന്നായി. പിന്നെ അമ്മച്ചിയുടെ അടുത്ത് ഞാൻ പറയാറുണ്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട്. അമ്മച്ചി അപ്പോൾ ടെൻഷൻ അടിച്ച് കൊച്ചെന്തേ എന്നായി. അപ്പം എനിക്ക് കുറച്ച് ടെൻഷനായി. പക്ഷെ അതിൽ സീൻ ഉണ്ടായിരുന്നില്ല. പുറത്ത് പോകാൻ തോറും ഇച്ചാൻ എൻ്റെ പുറകെ നടക്കണം. അവിടെ എത്തിയാന്ന് കരുതി ഈ ഫോൺ ഇച്ചാൻ കയ്യിൽ നിന്ന് മാറ്റുന്നില്ല. അറ്റ് സെയിം ടൈം ഇച്ചാൻ അങ്ങനെയല്ല ബിഹേവ് ചെയ്യണത്. അതായത് കൊച്ചിനെ കാണാണ്ടായ എന്തായാലും ഇച്ചാൻ ഇന്ന് ഒന്നെങ്കിൽ ഞാൻ പ്രഷർ കൂടി തുടങ്ങും. പിള്ളേരുടെ കാര്യത്തിൽ ഇച്ചാൻ ദേഷ്യത്തിലൂടെ കഴിക്കാൻ എൻ്റെ അടുത്ത് എക്സ്പ്രസ് ചെയ്യണത്. പിന്നെ ഇച്ചാൻ ഇങ്ങനെയൊന്നല്ല, ചില ബൈക്ക് എടുത്തിട്ട് പോയി ഞങ്ങളോട് ആരുടെ പറഞ്ഞിട്ടൊക്കെ പോയിക്കളയും. ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ എനിക്ക് കാണിക്കണം. ഇയാളുടെ മുഖത്ത് ഒരു ടെൻഷനും ഇല്ല, ഒന്നുമില്ല. ഇതും പിടിച്ച് എൻ്റെ പുറകെ നടക്കണം. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് എങ്ങോട്ടാ പോണേന്ന്. എനിക്ക് മനസ്സിലായി ആളെ എന്നെ പ്രാങ്ക് ചെയ്യാൻ ഞാൻ തന്നെ ക്യാമറ മേടിച്ചു. അപ്പൊ ഗൈസ് ഇന്നത്തെ പ്രാങ്ക് ഇച്ചായൻ്റെ വളരെ വൃത്തികേടായിട്ട് തന്നെ പൊളിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം ഞാൻ ഹെവി പ്ലാൻ ഇച്ചായന് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പ്രാങ്കിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇച്ചാൻ എന്തായാലും വീഴും, കണ്ടറിയാം ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് ഈ പ്രാങ്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല വളിച്ച പ്രാങ്ക്. അതായത് സേരമോൾ അവിടെ ഇരിപ്പുണ്ട്. സേരമോള് വിളി കേട്ടില്ലേ? അവിടെ ഫോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ മിണ്ടൂല, ആ ലോകത്തേക്ക് പോകും. വിളിക്കുന്നുണ്ട് ഞാൻ. അവള് ഉറങ്ങണമെങ്കിൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അവള് ഫോൺ കൊടുത്ത പിന്നെ അനങ്ങൂലെന്നറിയാം, മിണ്ടൂലെന്നറിയാം. ഫോൺ കൊടുത്ത് ഇരുത്തിട്ടാ ഞാൻ പോകുന്നത്. അപ്പൊ ആ റൂമിൽ സൈഡിൽ ജോ കാണാത്ത രീതിയിൽ ജോയാണെങ്കിൽ പെട്ടെന്ന് ആ റൂമിലോട്ട് പോയില്ലേ, കാരണം ഞാൻ അവളെ ആ ഒരു ടൈമിൽ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും പോയത് അതെനിക്കറിയില്ല കേട്ടോ. ഞാനിപ്പോ നിങ്ങളുടെ വീഡിയോ കഴിഞ്ഞിട്ട് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് അതിന്റെ മൂവ്മെന്റ് എങ്ങനെയാണെന്ന്. അത് ഒരു വട്ടം അങ്ങനെയാണ്, കാരണം ഇവിടെ ഒരു ദിവസം അത് റിയലായിട്ട് ലൈഫിലൂടെ എക്സ്പീരിയൻസ് 2 days ബിഫോർ ഉണ്ടായിരുന്നു. ബിക്കോസ് വേറെ ഒന്നല്ല, അത് വൻ വിറ്റായിരുന്നാട്ടെ. സേരമോള് കുളിച്ച് കഴിഞ്ഞിട്ട് അവൾ അവിടെ ഇരുന്ന് റൂമിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കണായിരുന്നു. അപ്പൊ ഇച്ചാന് ഇവളുടെ ഒരു പ്രത്യേകിച്ച് ഇച്ചാൻ പുറത്ത് ഡ്രസ്സ് ഇട്ട് ഇറങ്ങി അപ്പൊ തന്നെ ഇവിടെ ഇറങ്ങി പോകും. ഇവൾക്ക് പോണം ഇച്ചാൻ്റെ കൂടെ. അപ്പൊ എന്നിട്ട് ഇവളെ കാണിക്കാണ്ട് ഞങ്ങൾ പതുക്കെ ഇച്ചാനും സയനും ആദ്യം പോയിട്ട് ഞാൻ എന്തോ മറന്നു, കൊച്ചിന്റെ ചോറും പാത്രം എന്തോ എടുക്കാൻ മറന്നാണ്. ഞാനത് എടുത്ത് കൊടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഡോറ് ക്ലോസ് ചെയ്യാണ്ട് ഞാൻ ഓടിപ്പോയി അവിടെ പോയി കൊടുക്കുന്ന സമയത്ത് ഇവള് പുറത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനെന്ത് ചെയ്തു, ഇവര് പോയി ഗേറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കണേന്ന് വെച്ചാൽ അടുത്ത് തന്നെ അംഗൻവാടി. അപ്പൊ ഞാൻ വേഗം വരും ഗേറ്റ് അടക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഗേറ്റ് അടച്ചില്ല. ഞാൻ ചാനും പോയി ബൈക്ക് എടുത്തിട്ട് സൈനും കൊണ്ട് പോയി. ഞാൻ എന്ത് ചെയ്ത് അകത്തോട്ട് ഒരു ലോക്ക് ചെയ്തു വീട്. കുറച്ചേരം കഴിഞ്ഞ് ഇവിടെ വന്ന് നോക്കിയപ്പോൾ സേരമോളെ കാണാനില്ല. കുറച്ചു നേരം കഴിഞ്ഞ് അതിന് അപ്പത്തിന് ഡോർ അടച്ചപ്പത്തന്നെ അല്ലാത്തത്. കുറച്ചു കഴിഞ്ഞ ഒരു കരച്ചില് കേൾക്കണ. കൊച്ചിന് ഇവിടെ കൊച്ചിനെ കാണാനില്ല. നോക്കിയപ്പോ ഞാൻ വീടിന്റെ പുറത്ത് ഇവളോടെ അപ്പ പോയിന്ന്. അതായത് ഇവളുടെ ഒരു സ്വഭാവം വെച്ചാൽ ഇവള് പതുക്കെ പോയി കാറിന്റെ ഇടയിൽ പോയി ഒളിച്ചിരിക്കുന്ന സ്വഭാവം ചെറുതിലേ ഉണ്ടായിരുന്നു. അവളവിടെ പോയി അവൾ മിണ്ടാണ്ടിരിക്കും. കാരണം അത്ര ആ ഒരു ഏജിലെ പിള്ളേർക്ക് എത്രത്തോളം പേഷ്യൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. അവിടെ നമ്മൾ വന്ന വരെ മിണ്ടാണ്ട് ഇങ്ങനെ ഇരുന്ന് വെച്ച്. അപ്പൊ അങ്ങനെ എന്നെ ടെൻഷൻ അടിപ്പിച്ചിട്ടുണ്ട്, അമ്മച്ചിനെ ടെൻഷൻ അടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ഞാൻ കാറിന്റെ ഇടയിൽ എന്തായാലും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആദ്യം അങ്ങോട്ട് പോയി നോക്കിയത്. പക്ഷെ അതെന്തായാലും നന്നായി. ഞാൻ ആ വന്ന വഴിക്ക് ഞാൻ ഫോൺ ഇങ്ങനെ പിടിച്ചേക്കണേനാണ് ഞാൻ പിടിച്ചത്. അപ്പൊ സേറയുടെ ഈ വോയിസ് ഇതെല്ലാം കിട്ടാൻ വേണ്ടിട്ട് മൈക്കൊക്കെ വെച്ചാൽ എന്തായാലും കാണുന്നത് ചെറുതായിട്ട് നല്ല രീതിയിൽ പാലിക്കും. സേറമോൾ ആയതുകൊണ്ട് ചെറുതായിട്ട് ആദ്യം ടെൻഷൻ അടിച്ചത്. എന്തായാലും എങ്ങനെയാ അമ്മമാർ ഒരിക്കലും ടെൻഷൻ അടിപ്പിക്കരുത് ചെയ്യാ, കാരണം ഏറ്റവും കൂടുതൽ സങ്കടമായ മൊമെന്റ് അതായിരിക്കും കേട്ടാ. ആൻഡ് ദെൻ ആരും ഇങ്ങനത്തെ പ്രാങ്ക്സ് ഒന്നും ആക്സിഡന്റ് ആണെങ്കിലും ആരാണെങ്കിലും പിള്ളേരെ കാണാണ്ടൊന്നും ചെയ്യരുത് ഗൈസ്. നെവർ എവർ ഡു ലൈക്ക് ദിസ് കൈൻഡ് ഓഫ് പ്രാങ്ക്സ്. ആൻഡ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നില്ല. എന്നാലും ഞങ്ങളുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദെൻ ബൈ.